വേനൽ ചൂടിൽ വെന്തുരുകുകയാണ് കേരളം. ഇടുക്കിയും വയനാടും ഒഴികെ 12 ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വെയിൽ കനത്തതോടെ പുറം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ കടുത്ത ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. തുടർച്ചയായ 2ാം ദിവസവും വൈദ്യുതി ഉപഭോഗത്തിൽ റെക്കോർഡിട്ടു. ലോഡ് ഷെഡിംഗിലേക്ക് നീങ്ങില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് കേരളം. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രിയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ചെറിയ കൊച്ചു കുട്ടികൾ പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ നമുക്കേ പറ്റുന്നില്ല. ഇന്ന് ഞങ്ങൾ പള്ളിക്ക് പോയിട്ട് വന്നിട്ടുണ്ട്. പള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ പോലും മയങ്ങാണ്. ഒരുപാട് കുടിക്കാറുണ്ട്. നല്ല സ്പീഡാണ് കച്ചവടം. നല്ല ചൂടല്ല. കെട്ടിട നിർമ്മാണ തൊഴിൽ മേഖലയിൽ വെയിൽ കനക്കുന്ന സമയത്ത് ജോലി വേണ്ടെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ഭൂരിപക്ഷം മേഖലയിലും പാലിക്കുന്നില്ല. കടുത്ത വെയിലിലും വിശ്രമമില്ലാത്ത ജോലിയാണ് ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്ക്. കൈ നോക്കിയത് രണ്ട് കളറായിരിക്കും ശ്രദ്ധിച്ചാലറിയാം. ഇതൊക്കെ തന്നെ അവസ്ഥ. നമുക്ക് ഇത് തന്നെ ഒരു ജീവിതമാർഗ്ഗമാണ്. ഓടിപ്പോകുന്നു അത്രേ. 11 to 4 സെർച്ചുള്ള സമയം. അതിൽ പൈസ കൂടുതൽ കിട്ടും. ആ സമയം നമ്മൾ ഓടിയേ പറ്റത്തുള്ളൂ. പിന്നെ അതുകൊണ്ട് ചൂട് കൊണ്ടും നമുക്ക് പ്രശ്നമില്ല. പിന്നെ പണിയെടുക്കണ്ടേ. തുടർച്ചയായ 2ാം ദിവസവും വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് ഉയർത്തലാണ്. ഇന്നലത്തെ മൊത്ത വൈദ്യുതി ഉപഭോഗം 117.15 ദശലക്ഷം യൂണിറ്റായി. 6033 മെഗാവാട്ടാണ് ഇന്നലത്തെ വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത. നിലവിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ട സാഹചര്യമില്ലെന്നും വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കാൻ ആളുകൾ സ്വയം തയ്യാറാകണമെന്നും വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഗ്യാസിൻ്റെ പോയപ്പോൾ ഇഞ്ചക്ഷൻ കുക്കറും AC-യും വല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെറിയൊരു നിയന്ത്രണം എല്ലാവരും കൊണ്ടുവന്നാൽ നമുക്കൊരു പ്രശ്നമില്ലാണ്ട് പോകും. അവർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമിക്കുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.